സാർ നമസ്കാരം. ജമ്മു നമസ്കാരം. കാശ്മീർ ഇപ്പോഴും അശാന്തമാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി അടിച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാനായിട്ട് ഇന്ത്യ റെഡിയായി കഴിഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ കുപ്വാര ജില്ലയിലെ മാച്ചൽ സെക്ടറിൽ കാംകാരി പോസ്റ്റിനോട് ചേർന്നാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. പാകിസ്ഥാനാണ് പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യവും ഭീകരരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഇതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൈന്യം ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിലെ SST കമാൻഡോസ് അടക്കം ഭീകരർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഭാരതത്തിന്റെ മേജർ റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥനടക്കം 5 പേർക്കാണ് പരിക്കേറ്റതെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് ആണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളത്. അതിൽ ഇവർ പിടികൂടുന്ന ഭീകരരടക്കം അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന ഭീകരരടക്കം ഈ ജംഗിൾ വാർഫെയറിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം 60ഓളം ലോക്കൽസിനെയും അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോക്കൽസ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കേന്ദ്രം ഇപ്പോ തുടങ്ങുന്ന ഒരു അല്ലെങ്കിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് നടത്തുന്ന പ്രകോപനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2000-ലേറെ സൈനികരാണ് അവിടേക്ക് ഇപ്പൊ അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തുകൊണ്ട് ഒന്നും നോക്കണ്ട, അവിടെ ക്ലീൻ ആക്കി തിരിച്ചു വരണം എന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സാർ എങ്ങനെ കാണുന്നു? നമ്മൾ ഈ ജമ്മുവില് ഇപ്പൊ കശ്മീരിലല്ലല്ലോ ഈ അറ്റാക്ക് എല്ലാം നടക്കുന്നത്. ജമ്മുവിൽ നടക്കുന്ന ഈ അറ്റാക്ക് ഇപ്പൊ ആർമിയും അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ് എക്സ്പേർട്സും തന്നെ ലോക്കൽ പോലീസും പറയുന്നത് ലോക്കൽസിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. വളരെ ക്ലിയർ ആണ്. അതായത് ചില കാര്യങ്ങളുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബിക്കോസ് ഈ ലോക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഈ ഈ പറഞ്ഞ ടെററിസ്റ്റിന് ഓരോ സ്ഥലത്തേക്ക് എത്താനും അവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അടുത്ത ദിവസം കണ്ട് തന്നെ കുറെ പേരെ അറസ്റ്റ് ചെയ്തോണത്. പോലീസുകാർ വന്ന് രാത്രി ഒരു ഗ്രാമം 25 കിലോമീറ്റർ ദൂരം, മറ്റ് 110 ദൂരം ഗ്രാമങ്ങളുടെ ജമ്മു സിറ്റിയിൽ നിന്ന് ദൂരമുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരും ഈ പറഞ്ഞ മാതിരി പോലീസ് ഓഫ് കോഴ്സ് ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവരത് ഈ ഒരു കോൺസെപ്റ്റ് അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്ന് പറയും. ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് ആണ് ഇവർ ഈ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 4-5 പേരെ അറസ്റ്റ് ചെയ്താൽ ലിയാഖത്ത് അലി എന്ന് ഒരാളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അയാളൊരു കത്വ ആ ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ മൂൾ രാജ്, ഒരു ജഞ്ജു അയാളുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു, മൽഹാർ, ഇവരൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അറ്റാക്ക്, ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. 2019 പീർ പഞ്ചൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ. ആ പീർ പഞ്ചൽ റേഞ്ച് തന്നെ ഇതിങ്ങനെ സ്ലൈസ് ചെയ്ത് പോയത് ജമ്മു കാശ്മീരിൽ നടുക്കിക്കൂടെ. അവിടെ നമ്മുടെ ആർമി നല്ല സക്സസ്ഫുൾ ആയിട്ട് അവർ ടെററിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു മാറ്റി അവിടെ ക്ലീൻ ആക്കി വിട്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ യങ്സ്റ്റേഴ്സ്, സ്പെഷ്യലി ഇവർക്ക് സപ്പോർട്ട് കിട്ടിയിരുന്ന അവിടെ യങ് എംപവർമെന്റ് ബുർഹാൻ വാനിയും ഇങ്ങനത്തെ പാർട്ടികളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരവിടുത്തെ ലോക്കൽ കുട്ടികളെ 10, 21, 25 വയസ്സിലെ യങ്സ്റ്റേഴ്സിനെ അവർ മോട്ടിവേറ്റ് ചെയ്തിട്ട് ടെററിസത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു വലിയൊരു മാറ്റം എന്താന്ന് വെച്ചാൽ അവരല്ല അത് ചെയ്യണം. ഇപ്പൊ പാകിസ്ഥാൻ തന്നെ നല്ല ഹൈലി ട്രെയിൻഡ്, അതിൻ്റെ അർത്ഥം ഇവര് കുറെ കാലം ട്രെയിൻ ചെയ്തിട്ട് ജംഗിൾ വാർഫെയർ എന്നാൽ ഒരു വനത്തിന്റെ ഉള്ളിൽ കയറി ആർമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി, അതിന് കുറെ എക്യുപ്മെന്റ് വേണ്ട. ഒന്ന് അവർക്ക് നൈറ്റ് വിഷൻ ഗോഗിൾസ് വേണ്ട വരും. അത് ഈ ടെററിസ്റ്റിൽ നിന്ന് കിട്ടില്ല, അത് ആർമിയുടെ കയ്യിൽ നിന്ന് കിട്ടും. അത് പാകിസ്ഥാൻ ആർമിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അമേരിക്കൻ കാർബൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ടെററിസ്റ്റ് അറ്റാക്കിൽ കുറെ ഭീകരരെ കൊന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അവർ സാറ്റലൈറ്റ് ഫോൺസ് ഉപയോഗിക്കുന്നുണ്ട് അവര്. ബിക്കോസ് ജമ്മു കാശ്മീരിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ അവിടെ പ്രീപെയ്ഡ് കണക്ഷൻ കൊടുക്കില്ല ജമ്മു കാശ്മീരിൽ. ഇപ്പൊ നമ്മുടെ ആൾക്കാരും ജമ്മു കാശ്മീരിൽ ആരെങ്കിലും പോകണമെങ്കിൽ അവർക്ക് ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങളുടെ കയ്യിൽ പ്രീപെയ്ഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പോസ്റ്റ് പെയ്ഡ് ആകുമ്പോൾ നമുക്ക് ആരാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നതാണ്, ഈ ലോക്കൽസ്, ഈ ടെററിസ്റ്റ് അവർ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ വൈഫൈ ഉപയോഗിക്കാൻ സമ്മതിക്കും. ആ വൈഫൈ കൂടെയാണ് ഇവർ പാകിസ്ഥാനിലുള്ള അവരുടെ ഗ്രൂപ്പ്സ് ആയിട്ട് കോൺടാക്ട് നടത്തുന്നത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി അറസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നാണ്, ഈ പീർ പഞ്ചൽ റേഞ്ച് എന്നാണ്, അവിടെ നിന്നാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ പറഞ്ഞ മാതിരി സെൽഫോൺ തന്നെ ശരിക്കും വർക്ക് ചെയ്യില്ല, ഇന്റർനെറ്റ് സർവീസും വർക്ക് ചെയ്യില്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി രാത്രി ആരെങ്കിലും വന്ന് വാതിലുമ്പോ തട്ടുമ്പോൾ അത് ഒന്നുമില്ല ഒരു ടെററിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു പശു കാണാണ്ട് പോയ ഒരു കസിനായിരിക്കും, ഇവരായിരിക്കും വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ നടക്കുന്ന ടെററിസ്റ്റ് അറ്റാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബുള്ളറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നടന്നത് ഒരു ട്രക്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ബസ്സിന്റെ മേലെ നടന്ന ഗർവാൾ റൈഫിൾസ് അവരുടെ മേലെ നടന്ന അറ്റാക്ക്, അതിൽ അവർ 5 പേരും മരിക്കേണ്ട വീരമൃത്യു സോൾജേഴ്സ് മരിച്ചു. ഈ എല്ലാത്തിനും സപ്പോർട്ടിന് അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മുടെ കേരളത്തെ മാതിരിയല്ല, വളരെ റഗ്ഗഡ് ആയിട്ടുള്ള കുന്നങ്ങളും ഈ പറഞ്ഞ മാതിരി വനവും നല്ല മഴയും എപ്പോ കണ്ടാലും അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. അവിടെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മൗണ്ടൻ കേവ്സ് ഉണ്ട്, ചില ഗുഹകളുണ്ട് അതിൻ്റെ ഉള്ളിൽ.
അല്ലെങ്കിൽ വളരെ ഉം. നമ്മുടെ ഈ താമരശ്ശേരി സൂര്യന്മാർ ഇങ്ങനെ കംപ്ലീറ്റ് ഡെപ്തിലേക്ക് പോണ ഒരു ഇതുണ്ടാവും. ഈ ഇടുക്കി വയനാട്ടിലൊക്കെ കാണുന്ന മാതിരി കുറെ ഡെപ്തിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ഉം. അവിടെ പോയി ഇവർ ഒളിച്ചിരിക്കും. പക്ഷെ അവിടുന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇവർക്ക് ലോക്കൽ നോളജ് വേണം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഈ ആർമിയുടെ അടുത്ത് ഡ്രോൺസ് ഉണ്ടായിട്ടും ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിട്ടും മിലിറ്ററി നായകരുണ്ടായിട്ടും ഇവർക്ക് ഇത് പിടിക്കാൻ പറ്റുന്നില്ല ഇവരെ. അവിടെയാണ് ഈ ചില ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. എങ്ങനെയാണ് ഈ ടെററിസ്റ്റ്, നമ്മൾ പാകിസ്ഥാൻ എന്നാണെന്ന് പറയുന്നത് ഇപ്പോൾ അവരെങ്ങനെയാണ് ഈ ഉം. അറ്റാക്ക് നടത്തി അത് കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ടെററിസ്റ്റ് അറ്റാക്ക് നടത്താൻ പറ്റും, പക്ഷെ ഇങ്ങനെ രക്ഷപ്പെടുന്നവർ, അവിടെയാണ് ഈ ലോക്കൽ സപ്പോർട്ട് വരുന്നത് ധനുഷ്. ബിക്കോസ് അതില്ലാണ്ട് അപ്പോൾ ലോക്കൽ സപ്പോർട്ട് നടത്തണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നിൽ അവരെ ഫോഴ്സ് ചെയ്യണം, തോക്ക് ചൂണ്ടി ഉം. കാണിച്ചിട്ട് അവരെ പേടിപ്പിച്ച് പണി നടത്തണം, അല്ലെങ്കിൽ കാശ് കൊടുത്ത്. ബിക്കോസ് ഈ പറഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ ഒരു ജോലിയില്ല, ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്, വളരെ ദൂരത്ത് റിമോട്ട് ഏരിയാസ്. അവർക്കൊരു 10,000 ഇപ്പോൾ ഈ ഒരു കേസിൽ ആർമി, ഭാരതദേശത്തിന് കുറെ ആർമിക്കാരെ, നമ്മുടെ ആർമിക്കാരെ കൊന്ന ടെററിസ്റ്റ് 6,000 ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഒരു സപ്പോർട്ട് വാങ്ങിച്ച് അവർ വീട്ടിൽ താമസിച്ചത്. അപ്പൊ ഓ. 6,000 രൂപയ്ക്കും നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ ഇക്കാനുള്ള ആൾക്കാർ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി ഉം. ഫോഴ്സിനെ എക്സ്പോസ് ചെയ്യാൻ കുറെ നമ്മുടെ ലോക്കൽസ് അവിടെ ആ ജമ്മു ഏരിയയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഉം. ഇത് വേറൊരു കാര്യം സാറേ, ഇത് നമ്മുടെ കാർഗിൽ വിജയാഘോഷങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥയാത്രയ്ക്ക് പോയി ഇരിക്കുന്ന ആൾക്കാർക്ക് നേരെയാണ് ഉണ്ടായത്. അന്ന് മരണവും സംഭവിച്ചു. നമ്മളതെല്ലാം കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ കശ്മീർ ഇതുവരെ ശാന്തമാകാത്തത്? നരേന്ദ്രമോദി സർക്കാർ 2 ടേം ഭരിച്ചു കഴിഞ്ഞു, ഇന്ന് 3-ാമത്തെ ടേം അവർ ഭരിക്കുകയാണ്. എന്നിട്ടും കശ്മീർ നമുക്ക് ശാന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ BJP സർക്കാരിന്റെ ഒരു അപജയമായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നമുക്ക് സാധിക്കും? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പ് തന്നെ ടെററിസ്റ്റ് അറ്റാക്ക് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഫോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങിയതായിരുന്നു. പക്ഷെ ഈ ഉം. ഇലക്ഷന്റെ റിസൾട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് തന്നെ അന്ന് ആ ബസ്സിന്റെ മേലെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിൽ 9 പേര് മരിക്കുണ്ടായി. ഉം. പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്താണ്, ഇതൊരു മോദി ഗവൺമെന്റിന്റെ നേരെയുള്ള ഒരു ചാലഞ്ചാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ അവിടുത്തെ ജനങ്ങൾ വന്ന് എനിക്ക് 58% കണ്ടായിരുന്നു അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജ് ലോക്സഭാ ഇലക്ഷൻ. അത് വലിയൊരു ഈ പറഞ്ഞൊരു മെസ്സേജാണ് അതിൽ വന്നത്. അത് പാകിസ്ഥാനിലുള്ളവര് ടെററിസ്റ്റ് സപ്പോർട്ടേഴ്സിനും ടെററിസ്റ്റ് ലീഡേഴ്സിനും ഒരു തിരിച്ചടിയായിരുന്നു. 58%, അവിടെ 4, 5, 10% വോട്ട് നടക്കാറില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് 58% പേര് വന്ന് വോട്ട് ചെയ്തു. അതൊരു വലിയ മോദി ഗവൺമെന്റിന് ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട്, അതിന്റെ ഇതായിട്ടാണ് ഇവരിപ്പോ ഈ പറഞ്ഞ മാതിരി പേടിപ്പിച്ച് ആർമി അറ്റാക്ക്. ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആകുമ്പോൾ ധനുഷ് നമ്മൾ മറക്കരുത്, ഈ ഉം. ടെററിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വാർ അല്ല. ടാങ്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വലിയ മിസൈലൊക്കെ കൊണ്ടുവന്ന് അടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഉം. ചെറിയ ഗ്രൂപ്പുകളാണ്, 3-4 പേരായിട്ടാണ് ഇവർ നടത്തുന്നത്. ബിക്കോസ് ഈ ഉം. ജൂലൈ 8-ാം തീയതിയിലത്തെ അറ്റാക്കിനെ നമുക്ക് എടുത്ത് നോക്കാം. ഒരു മിലിറ്ററി പെട്രോൾ വെഹിക്കിളിന്റെ നേരെ നടത്തിയ അറ്റാക്ക്. അവർ കറക്റ്റായിട്ട് പ്രിസിഷൻ, അതിൻ്റെ അർത്ഥം സ്ട്രോങ് ലോക്കൽ നോളജ് അവർക്കുണ്ട്. ബിക്കോസ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ, ഞാനിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് അവിടെ വയനാട് കയറി നടന്നിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ സ്ഥലം അറിയില്ല, വഴി അറിയില്ല. ഉം. പക്ഷെ നമുക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വഴി അറിയാൻ പറ്റും, എങ്ങനെ പോകണ്ടേ, എവിടെ പോകണ്ടേ എന്നുള്ളത്. അതാണ് ഇവർ ടെററിസ്റ്റ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ. അവര് ലോക്കൽ സപ്പോർട്ട് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിനു മുമ്പും ഈ അലിയൻ രാജ് എന്നൊക്കെ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ വേറെ കുറെ പേര് അറസ്റ്റ് ചെയ്തു. ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞു, അവൻ ഫുഡും ഷെൽട്ടറും വൈഫൈയും എല്ലാം കൊടുത്തിരുന്നു. അവരാണ് ആ 3 ടെററിസ്റ്റിനാണ് ഇവര് ജൂലൈ 15-ാം തീയതി അറ്റാക്ക്, ദേശ ഫോറസ്റ്റിൽ ദോഡയിൽ നടന്ന ഒരു അറ്റാക്കിൽ. അതിന് നമ്മുടെ 4 സോൾജേഴ്സിന് വീരമൃത്യു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഉം. ഓരോ അറ്റാക്ക് ഇവർ സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്യണം. കാശും കൊടുത്ത് ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെ ഇവർ ഉപയോഗിക്കണം. ആർമി ഓഫീസേഴ്സ്, റിട്ടയർഡ് ആർമി ഓഫീസേഴ്സ് പറഞ്ഞ അതാണ്. ബിക്കോസ് അവർക്കൊരു ലോക്കൽ സപ്പോർട്ട് കിട്ടുമ്പോൾ അവരുടെ ലാംഗ്വേജ് വർത്താനം പറയുന്ന ആൾക്കാർ, അവരുടെ റിലീജിയൻ എന്നുള്ള ആൾക്കാരാകുമ്പോൾ അവർക്കൊരു ഒരു ഒരു എന്താ പറയുക, കോൺഫിഡൻസ് കിട്ടും അവർക്ക് വേണ്ടിയിട്ട്. സോ ഉം. ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അന്ന് വൈഷ്ണോദേവിയിൽ നടന്ന, റെസായിൽ നടന്ന അറ്റാക്ക് നടന്നില്ല, അന്ന് 9 പേര് മരിക്കുണ്ടായി. അതിൽ ഈ അറസ്റ്റായ ആളുണ്ടായിരുന്നു, ഒരാള് ഹക്കീം ദിൻ എന്നിട്ടാണ് ലോക്കൽ. അവരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, പിന്നെ ആർമി ഇന്ററഗേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അയാളാണ് ഈ വന്ന പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ ടെററിസ്റ്റിന് അയാളുടെ വീട്ടിൽ സ്ഥലം കൊടുത്തത്. അവിടുന്ന് അയാൾ കാണിച്ചു ഉം. കൊടുത്തു, ഈ ബ്രിഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇപ്പൊ ലോക്കൽ ഏരിയക്കാർക്ക് ഇത് അറിയുള്ളൂ, എങ്ങനെയാണ് വരിക ബസ്, എത്ര മണിക്കാണ് വരിക ബസ്, എങ്ങനെയാണ് ബസ്സുകൾ പോണ റൂട്ട് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഈ 6,000 രൂപ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് പോലീസുകാർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഉം. മേജർ ഫാക്ടറാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഭാങ്കരിയിൽ നടന്ന ഷൂട്ട് ഔട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഛത്തർഗല്ലയിൽ നടന്ന ഒരു അറ്റാക്ക് ആവട്ടെ, ഇതെല്ലാം അവിടുത്തെ ടെററിസ്റ്റിന്, ലോക്കൽ ഓപ്പറേറ്റീവ്സിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് GPS ഇല്ല അവരുടെ അടുത്ത്, നാവിഗേഷൻ ഇല്ല.
പിന്നെ അവർക്ക് ഈ ഒരിക്കൽ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചാടി രക്ഷപ്പെടണം എന്നാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2023 തന്നെ ധനുഷെ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് ജമ്മു കാശ്മീരിൽ 291 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ കൂടെ അവരുടെ കൂടെ വർക്ക് ചെയ്തതാണ്. ആലോചിച്ചു, ഓൾമോസ്റ്റ് 300 പേര്. അപ്പൊ അതിൽ തന്നെ അറിയാം നമുക്കൊരു ലോക്കൽ സപ്പോർട്ട് എന്ന്. ഈവൻ ജമ്മു കാശ്മീരിലെ DGP പറഞ്ഞിരുന്നു, RR സ്വൈൻ പറഞ്ഞിരുന്നു, ഈ അന്നത്തെ ഡിസ്മാൻറ്റിൽ ചെയ്ത 89 ടെററിസ്റ്റ് മോഡ്യൂൾസിനാണ് അവർ തകർത്തത്. അതിൽ 78 കശ്മീരിലായിരുന്നു, 11 ജമ്മുവിലായിരുന്നു. ഇതെല്ലാം നടന്നിട്ടും ഇപ്പോഴും ഈ പറഞ്ഞ മാതിരി സമ്മർ, അവിടെ സമ്മറാണ് ഇപ്പോൾ. നമ്മുടെ അവിടെ മോൺസൂൺ തുടങ്ങി, അവർക്ക് സമ്മർ. അപ്പൊ ഈ പറഞ്ഞ മാതിരി മലകളെല്ലാം അവർക്ക് ക്രോസ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. മഞ്ഞ് ഒരു ഇതായി തുടങ്ങി, അവിടെ മെൽറ്റി തുടങ്ങി. അപ്പോഴാണ് ഒരു മൂവ് ചെയ്ത് തുടങ്ങുക ഭാരതദേശം, ടെററിസ്റ്റ് പാകിസ്ഥാൻ നമ്മുടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പൊ പോലീസുകാർ പറയുന്നു, ആർമി പറയുന്നു, ലോക്കൽസിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ലോക്കൽസിനെ ആദ്യം അവരെ ഒരു തരം ത്രെറ്റൻ ചെയ്യാന്നല്ല, പക്ഷെ അവരെ വാർണിംഗ് കൊടുത്തിട്ട് നിങ്ങൾ എങ്ങാനും ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ ഇടുന്നുള്ള കാര്യത്തിൽ. ഈ ജംഗിൾ വാർഫെയർ ഒക്കെ പാകിസ്ഥാൻ പ്രത്യേകം ഭീകരർക്ക് പരിശീലനം കൊടുക്കുന്നതായിരിക്കും സാർ? ആണ് ബിക്കോസ് ഈ ഒരു ജംഗിൾ വാർഫെയർ എന്നപ്പോ നമ്മുടെ അടുത്തുള്ള ജംഗിൾ വാർഫെയർ സ്കൂളുണ്ട് ആർമിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതല്ലല്ലോ അവിടെ പഠിപ്പിക്കുന്നത് വേറെ തരം ടെററിസ്റ്റ് അറ്റാക്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇവൻ US വന്നിട്ടുള്ള US ആർമിയുടെ സോൾജേഴ്സ് വന്ന് അവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജംഗിൾ വാർഫെയർ സ്കൂൾ. അത് മിസോറാമിൽ എവിടെയായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ടെററിസ്റ്റ് വാർഫെയർ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴും ഇവരെ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം പാകിസ്ഥാൻ എന്നുള്ള ട്രെയിനിങ് ഉണ്ട്. അതാണ് നമ്മളന്ന് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നടന്ന ഫയറിംഗിലും ക്ലിയർ ആയിട്ട് മനസ്സിലായത്. പാകിസ്ഥാന്റെ BAT ടീം എന്ന് പറയും, അവരാണ് നമ്മുടെ സോൾജേഴ്സിന് മേലെ ഫയർ ചെയ്തത്. ബിക്കോസ് അതേ ഫയറിംഗിന്റെ സമയത്ത് അതേ മറ്റേ സൈഡിൽ കൂടെ ഈ ടെററിസ്റ്റ് ഭാരത് എങ്ങോട്ട് നമ്മുടെ ലൈനിലേക്ക് ക്രോസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അവര് കവറിംഗ് ഫയർ എന്ന് പറയുന്നത്. ഇതാണ് അവർ ചെയ്യുന്നത്. ഇന്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ ധനുഷ ഇത് 2-3 കാര്യം. ഒന്ന് സർവൈലൻസ് എന്ന് പറയും നമ്മൾ, പിന്നെ ഒന്ന് സ്റ്റേക്ക് ഔട്ട് എന്ന് പറയും, പിന്നെ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് എലിമെന്റ്. ഇത് 3 നമുക്കൊരു ടെററിസ്റ്റും ഒരു നോർമൽ ആളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അടിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ പണ്ട് നമ്മുടെ I think 1-2 എപ്പിസോഡ് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഗുജ്ജർ ബക്കർവാൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ നോമാഡ്സ് എന്ന് പറയാം, അത് ഈ പശുക്കളെയും ആടുകളെയൊക്കെ അവർ മേയ്ക്കാൻ കൊണ്ടു കുറെ ദൂരം പോയി കുറെ മാസങ്ങൾ അവർ താമസിച്ചിട്ട് പിന്നെയാണ് തിരിച്ചു വരിക. അവരായിരുന്നു വൈറ്റൽ. കാർഗിൽ വാർ നടന്നപ്പോൾ അവരാണ് ആദ്യം വന്ന് അറിയിച്ചത് ആരോടെ വന്നിരിക്കുന്നത്. അപ്പോ അവരാണ് നമുക്ക് വൈറ്റലായിട്ടുള്ള ഇന്റലിജൻസ് തരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവര് പാകിസ്ഥാന്റെ സൈഡിലേക്ക് പോയി തുടങ്ങി. അവർക്ക് കാശാണോ അത് വേറെ എന്തെങ്കിലും തോക്ക് കാണിച്ച് അവർ പേടിപ്പിച്ചിട്ടാണോ എന്ന് അറിയില്ല. പക്ഷെ ഗുജ്ജർ ബക്കർവാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ആർമിക്ക് ഇന്റലിജൻസ് അധികം കിട്ടുന്നില്ല. ആ കിട്ടാത്ത വരെ നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ചെയ്യണം. അതിലൊരു വേറൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഈ അതിൽ ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റേറ്റസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തത് ഈ പഹാഡീസ് എന്നൊരു കമ്മ്യൂണിറ്റിക്കാണ് കൊടുത്തത്. ബക്കർവാലും ഇവർക്കും കൊടുത്തില്ല. അത് അവർക്കൊരു ദേഷ്യം വന്നു. പിന്നെ ബക്കർവാലും ഗുജ്ജർ അവർ പറഞ്ഞു ഞങ്ങളും ഷെഡ്യൂൾഡ് ട്രൈബാണ്, ഞങ്ങൾക്കും കിട്ടുന്നതാണ്. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് പഹാഡീസിന് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ മാതിരി അതുമല്ലാണ്ട് അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഗുജ്ജർ ബക്കർവാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 3 പേരെ ആർമി കസ്റ്റഡിയിലെടുത്ത് അവര് പിന്നെ മരിക്കുകയുണ്ടായി. അപ്പൊ അവർക്കൊരു ദേഷ്യമുണ്ട് അതിന് കാരണം. പക്ഷെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആർമി കോപ്പറേഷൻ വേണമെങ്കിൽ അങ്ങോട്ടും വേണം, അതേമാതിരി ഇങ്ങോട്ടും വേണം. പിന്നെ ഇവർ സുപ്രീം കോടതി വെറുതെ കയറി സെപ്റ്റംബർ 30 മുമ്പ് ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നതാണ്. അപ്പൊ അവർക്ക് ഒരു ഡെഡ് ലൈൻ കിട്ടി പാകിസ്ഥാനിലെ ടെറർ ഗ്രൂപ്പ്സും. ശരി, നമുക്ക് ഈ ഇലക്ഷൻ അങ്ങോട്ട് നിർത്തിക്കളയാം. അതാണ് അവിടെ നടക്കുന്ന മേസിക്കാരൻ. ഈ ഇലക്ഷനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 2000 സൈനികരെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനമായി എന്നറിയുന്നത്. കരസേനാ മേധാവി നേരത്തെ കശ്മീർ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് തന്നെയാണ് ഇന്ത്യ തയ്യാറാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.